എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മഞ്ചവളാകത്താണ്. പരക്കുന്നിൽ ഭദ്ര എന്ന് പറയുന്ന നമ്മുടെ അനിച്ചേട്ടൻ്റെ ഹോളോ ബ്രിക്സ് കമ്പനിയിലാണ്. അനിച്ചേട്ടാ നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. അപ്പോൾ 5 വർഷമായി ചേട്ടൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളകത്തോട്ട് പോയി നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അനിച്ചേട്ടൻ നമ്മുടെ മഞ്ചവളാകത്താണ്. അനിച്ചേട്ടൻ്റെ ഈ ഒരു സ്ഥാപനം എന്തായാലും ഒരു 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ തൃപ്പല്ലൂർ അമ്പലത്തിന് സമീപമുള്ള പിന്നെ ശിവക്ഷേത്രത്തിന് സമീപം ആറ്റിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് പേരുടെ വീട് കെട്ടുവാനും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ പണിയുവാനൊക്കെ 5 വർഷക്കാലം കൊണ്ട് അണ്ണൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കട്ട എടുത്തുകൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ജനങ്ങൾ തരുന്ന പിന്തുണ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അഞ്ചേട്ടാ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. 5 വർഷക്കാലത്തിന് മുന്നേ തുടങ്ങുന്ന ഐഡിയ എന്തായിരുന്നു? ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്ഥാപനം തുടങ്ങുക. ഞാൻ ഗൾഫിലിരുന്ന് കഷ്ടപ്പെട്ട് വന്നു, അവിടെയും കഷ്ടപ്പെട്ടു. ഇവിടെ തിരിച്ച് നാട്ടിൽ വന്നപ്പം വണ്ടി ഓടിച്ച് കിട്ടിയ പൈസ എല്ലാം സ്വരുക്കൂട്ടി വെച്ച് ഒരു കമ്പനി തുടങ്ങുക എന്നുള്ള ഒരാഗ്രഹത്തോടെ തുടങ്ങി. ഇത് നമ്മളെ തൂയൂര് സുകുമാരൻ ചേട്ടനാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ഓർഡർ തന്നത്. അതോടെ ഞാൻ ആ ഓർഡർ എനിക്ക് അതിനുശേഷം ഒരുപാട് ആൾക്കാർ എന്നെ ആകാൻ കഴിഞ്ഞ് എനിക്ക് ഓർഡർ തരികയും സഹായിക്കുകയും എന്റെ നാട്ടുകാരാണ് എന്നെ പിടിച്ചു നിർത്തിയത്. തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങളുടെ കൂടപ്പറപ്പുകളായിട്ടുള്ള അല്ലേ, കൂടപ്പറപ്പുകളാണ്. കാരണം അവര് സ്വന്തം അനിയനെ പോലെയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. അപ്പൊ അവരെ തന്നെ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. ഇത് അമിതാണ്, അത് പപ്പു, അത് സുബ്രത്ത് ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ട ചെയ്ത് തരും. അതെ. അപ്പൊ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നിലവില് എന്തൊക്കെയാണ് നമുക്ക് അനിച്ചേട്ടാ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും? ഞാൻ റാംകോ സിമെന്റ് ഇട്ടാണ് കട്ട അടിക്കുന്നത്. അതെ. അത് വന്നിട്ട് 4 ഇഞ്ച് പൈപ്പുകളുണ്ട്, സോളിഡ് ഉണ്ട്, 6 ഇഞ്ച് പൈപ്പുകളുണ്ട്, സോളിഡ് ഉണ്ട്, 8 ഇഞ്ച് പൈപ്പുകൾ സോളിഡ്. അതെ. ഒരു ചാക്കിൽ വന്നിട്ട് 40 കല്ലാണ് അടിക്കുന്നത്. അതെ. അത് ജെന്യൂനാണ്. അതല്ലാതെ നമ്മൾ കൂടുതൽ അടിക്കുകയോ ഒരാളിൻ്റെ കൂടെ അല്ല നമ്മൾ ഇത്ര കുറച്ചടിക്കുകയോ അങ്ങനെയല്ല പറയുന്നത്. കറക്റ്റ് ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ അടിച്ച് നനച്ച് വെച്ച കല്ല് ഇന്ന് ലോഡ് ചെയ്ത് വിടാം. 5 ദിവസം ആയാലും നമുക്ക് ഇത് ടിപ്പ് ചെയ്യാനും പറ്റും ഈ കല്ല്. അപ്പോൾ ഈ കട്ടയുടെ സ്ട്രോങ് എല്ലാവരും പറയാറുണ്ട്. ഓരോ കമ്പനികൾക്കും അതിൻ്റെതായിട്ടുള്ള തനിതായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻസ് ചെയ്യാനും ക്വാളിറ്റി പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ അനിച്ചേട്ടാ ഇവിടത്തെ കട്ടയുടെ ക്വാളിറ്റിയാണ് പറഞ്ഞത് അല്ലേ? ഏകദേശം 40 കല്ല്. ഒരു ചാക്ക് സിമെന്റിൽ 40 കല്ല്. ഒരു ചാക്ക് സിമെന്റിൽ 40 കല്ല്, 6 ഇഞ്ച് പൈപ്പ് ഹോള്. അപ്പോ തീർച്ചയായിട്ടും 5 വർഷം കൊണ്ട് അത് കേരളത്തിൽ ഒരു ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകാൻ വലിയ പാടാണ്. എന്നിരുന്നാലും 5 വർഷം കൊണ്ട് ചേട്ടന്റെ ആത്മാർത്ഥത തന്നെയാണ് ഈ ഒരു വലിയ സ്ഥാപനം ഇത്തരത്തിൽ പോകുന്നത്. അപ്പോ നമുക്ക് മിഷന്റെ കാര്യങ്ങളിലോട്ട് പോവാം. അമിത് ജി കമാൺ. അമിത് ജിയാണ് ഈ മിഷൻ പ്രവർത്തിപ്പിക്കുന്നത്. അമിത് ജി ഹിന്ദിയില് 2 ഡയലോഗ് പേസെങ്കെ. എത്ര ये मशीन में जो वाइब्रेटर है वो काली में सेम वाइब्रेटर वो आएगा. वो कोई भी गैप नहीं रहेगा. एकदम पूरा परफेक्ट तरीके से वो एकदम करेक्ट जो एग्जस्ट वाइब्रेशन चाहिए वही इसमें आएगा. इसमें काली होगा तो बहुत दिन चलेगा. वो दूसरा कंपनी में तो वो बेस्ट डालता है. इधर तुम मेटल दिखाना कितना अच्छा मेटल पूरी एकदम सॉलिड है. इधर कोई दूसरा सीमेंट नहीं है, ओनली रामको सीमेंट बस. ഒള്ളി രാംകോ സിമന്റ് ആണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ ഇത് പറഞ്ഞ എന്തോന്നാണ് ഏകദേശം ഒരു സ്റ്റെപ്പിൽ 15 12 2 വൈബ്രേറ്റർ ആണ്. അപ്പൊ കല്ല് ഫുള്ളായിട്ട് വൈബ്രേറ്റിംഗ് കിട്ടും. മറ്റുള്ള മെഷീൻ എല്ലാം സിംഗിൾ വൈബ്രേറ്റർ ആണ്. അതെ. അപ്പൊ അത് വന്നിട്ട് ഫുള്ളായിട്ട് കല്ല് വൈബ്രേറ്റ് ആവില്ല. അതെ. ഇത് 2 വൈബ്രേറ്റർ ആകുമ്പോൾ കല്ല് ഫുള്ളായിട്ട് ചേർന്ന് നല്ല അതുപോലെ 14-15 പ്രസിംഗ് കൂടി കൊടുക്കുമ്പോൾ കല്ല് അത്രയും ടൈറ്റ് ആയിരിക്കും. ഓ യെസ്. അതാണ് ഇതിന്റെ അതാണ് ഈ ഒരു മിഷ്യന്റെ പ്രത്യേകത. ആ പല സ്ഥലങ്ങളിലും പല കമ്പനി മിഷീനുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ബൈറ്റ് ആണ്. ഇവിടെ ഡബിൾ ബൈറ്റ് നമ്മുടെ അദ്ദേഹം പറഞ്ഞതുപോലെ പൂരാ അല്ലേ സ്ട്രോങ്, എക്സ്ട്രാ സ്ട്രോങ് ആണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക് നമുക്കിനി കുറച്ചുകൂടെ പരിചയപ്പെടാനുണ്ട്. അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളെ കൂട്ടുക അല്ലേ, മിക്സർ. ഇത് എന്തൊക്കെയാണ് മിക്സറിന്റെ പരിപാടികൾ? ഒരു കൂട്ട് വന്നിട്ട് 2 അർബാന മെറ്റലും
ഒരു അർബാന പൊടിയും 17 കിലോ സിമെന്റും കൂടി ചേർന്നാണ് നമ്മൾ ഒരു മിക്സറിലിട്ട് അടിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കറക്റ്റ് അളവാണ്. ഇതില് ഇതില് വേറെ ഒരു ഇതില്ല. ചിലയിടത്തെല്ലാം പിന്നെ ക്ലേ വേസ്റ്റ് അതും ഇതെല്ലാം കൊണ്ടുവരും. നമ്മള് കേൾക്കാൻ പിന്നെ വരുന്ന പാറപ്പൊടിയും മെറ്റലും യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനവും കൂടെ ഒന്ന് പറയോ? പ്രവർത്തനം സ്റ്റാർട്ടിങ് നിങ്ങളാരും പ്രിയപ്പെട്ടവരെ സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിച്ചു. ഈ കോളം എടുത്ത് കട്ടയൊക്കെ ഉണ്ടാക്കി കളയരുത്. അനുചേട്ടന്റെ വെള്ളം കൂടി നഷ്ടപ്പെടുത്തരുത്. मिक्सर साइज में भी बड़ा है. इसमें जो साइज में बड़ा होता है वो मिक्सर में माल डालेगा तो मिक्सिंग अच्छा से होगा. अच्छा हाँ, वो मिक्सिंग अच्छा नहीं होगा तो वो काटा कितना भी वाइब्रेशन दो वो फिर वो करेक्ट में वो टाइट नहीं होगा. Okay. ये मशीन में ये बड़ा हॉल है. इसमें वो 3 गाड़ी वो मेटल 2 गाड़ी 1 गाड़ी पारापुरी और सीमेंट देता है. वो पूरा इधर अच्छा से मिक्सिंग करके फिर लेके जाके मारेगा तो अच्छा होगा. वो छोटा मिक्सर में करेगा तो वो फुल होता है. वो इतना ज्यादा मिक्सर नहीं होता है. അതായത് ഇവിടത്തെ മിക്സർ വളരെ ഗംഭീരം എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഗംഭീരമായിട്ട് മിക്സ് ചെയ്ത് വരും. എത്ര വർഷത്തിലൊരിക്കൽ ഇത് മാറ്റേണ്ടി വരും? 5 വർഷമായി. 5 വർഷമായിട്ടും അത് ആ മിക്സർ തിളക്കമായിട്ടുള്ള മിക്സർ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. മിക്സറൊന്നും വൃത്തിയില്ലായ്മ നമ്മൾ പല സൈറ്റുകളിലും പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത് പുത്തൻ മിക്സർ പോലെ. അപ്പോൾ അത്രയും ആ തൊഴിലിനെ അനിച്ചേട്ടൻ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന് ഈ ഒരു മിക്സർ മാത്രം കണ്ടാൽ മതിയാവും. അത്രയും ഭംഗിയായിട്ട് ആ മിക്സർ കഴുകി വളരെ ഭംഗിയോടുകൂടി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ കൂട്ട് സാധനം കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനിച്ചേട്ടൻ നമ്മുടെ പരക്കുന്നിൽ നമ്മുടെ ഈ മഞ്ചവളത്താണ് താമസം. അദ്ദേഹത്തിന് 5 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു 200-300 മീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു തൃപ്പല്ലൂർ അമ്പലം ശിവക്ഷേത്രം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണും പോലെ ഈ തൃപ്പല്ലൂർ അമ്പലം ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തൃപ്പല്ലൂർ അമ്പലം കാണാൻ പറ്റും. കാരണം ഇത് തൊട്ടൊരു ആറാണ്. ആറിൻ്റെ ആറ് ആ അമ്പലത്തിൻ്റെ തൃപ്പല്ലൂർ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ശാഖയാണ് ഇതാ കാണുന്നത്. അതുപോലെ തന്നെ ആറിൽ നിന്ന് ഈ ഒരു വഴിയാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു മെറ്റിൽ അല്ലേ ഏട്ടാ, എത്ര അർബാന മെറ്റിൽ എടുക്കുന്നു ഒരു കൂട്ടിന്? 2 അർബാന മെറ്റിലിന് 1 അർബാന പൊടിയും 17 കിലോ സിമന്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വേറൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് കരങ്ങളിൽ എത്തിക്കുന്നു. കാരണം നമുക്കൊക്കെ അറിയാൻ സാധിക്കും, കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ മേസ്തിരിമാരൊക്കെ എല്ലാ ഹോളോബ്രിക്സ് കമ്പനിയിലൊക്കെ ചില ഇടനില ബന്ധങ്ങൾ വച്ചിട്ടുണ്ട്. ആ ബന്ധത്തിനനുസരിച്ച് ചെറിയൊരു ശതമാനം ഇൻട്രസ്റ്റ് അവർക്കും കൊടുക്കേണ്ടി വരും. അപ്പോൾ നേരിട്ട് ഞാൻ ഈ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ വിളിക്കാം. നിങ്ങളുടെ ഏത് സൈഡ് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എല്ലാ സ്ഥലത്തും ഈ ഒരു ഹോളോബ്രിക്സ് കട്ട നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൃത്യസമയത്ത്. കാരണം പല സ്ഥലങ്ങളിലും പല സൈറ്റുകളിലും കട്ട ഇല്ലാത്തത് കൊണ്ട് വീട് പണിയും അതുപോലെ തന്നെ പല സ്ഥാപനത്തിൻ്റെ പണികളും മുടങ്ങിക്കിടക്കുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ ഫാസ്റ്റായിട്ടുള്ള ജീവനക്കാരെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോളോബ്രിക്സ് കട്ട നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. വളരെ ന്യായമായ വിലകളിലും. അതുപോലെ തന്നെ ആ ഒരു കട്ടയുടെ ഉത്തരവാദിത്തം അവർ വലിയ രീതിയിലാണ് ആ ഉത്തരവാദിത്തം പറയുന്നത്. 5 വർഷം കാലം കൊണ്ട് പരസ്യങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ടുള്ള ചെറിയ പരസ്യങ്ങൾ പോയിട്ട് ഒരു പരസ്യവും ഇല്ലാതെ ജനഹൃദയത്തിൽ ഏറ്റെടുത്ത സ്ഥാപനമാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഇതുവഴി ഒരു വർക്കിനായിട്ട് പോയി അനിച്ചേട്ടനെ കണ്ട് അനിച്ചേട്ടൻ്റെ സ്ഥാപനത്തിലെത്തി ഒരു ചെറിയ ഒരു ലൈവ് എടുത്ത് നിങ്ങളിൽ ഇടാമെന്ന് വിചാരിച്ചു. കാരണം അറിഞ്ഞൂടാത്തവർക്ക് ഇതൊരു അറിവായിട്ട് കണക്കാക്കിയിട്ട് ഞങ്ങളുടെ സഹോദരൻ നടത്തുന്ന ഈ സ്ഥാപനത്തിൽ നിങ്ങളും ഒരു ഭാഗമാകുക. അപ്പോൾ തീർച്ചയായിട്ടും അനിച്ചേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അനിച്ചേട്ടാ, അപ്പം എത്ര രൂപയാണ് നമ്മുടെ ഈ ഒരു കട്ടയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ ഇന്നത്തെ സ്ഥിതിയിൽ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 6 ഇഞ്ച് ബ്ലോക്ക് ഇത് പൈപ്പുകൾ വന്നിട്ട് 46 രൂപയ്ക്ക് കയറ്റി വിടും. ഇവിടെ നിന്ന് കയറ്റി വിടുന്നത്
അപ്പോ നിങ്ങൾ നമ്മുടെ സൈറ്റുകളിൽ പോകുന്ന ആ ദൂരത്തിനനുസരിച്ചുള്ള അനുസരിച്ചും പിന്നെ അൺലോഡിങ്ങിന്റെ പൈസയും അവർക്ക് കൊടുക്കും. അപ്പോൾ ഈ ചില ആൾക്കാർ പറയില്ല ഇത്ര സിമന്റിൽ കുറച്ചുകൂടെ കട്ട കൂടുതൽ നമുക്ക് സ്ട്രോങ് വേണമെന്നൊക്കെ. സ്ട്രോങ് വേണം, ഇതിൽ കൂടുതൽ സ്ട്രോങ് വേണമെങ്കിൽ അവര് നമ്മൾ അടിക്കുന്ന കണക്കിന് എത്ര പാക്കറ്റ് സിമന്റ് ചെലവാകുന്നോ ആ സിമന്റിന്റെ ചാർജും പിന്നീട് അവരെ പണിക്കൂലിയും കൊടുക്കണം. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സൈറ്റിൽ വന്ന് നിന്ന് നോക്കി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിമന്റില് ഇഷ്ടപ്പെട്ട അളവില് നമുക്ക് വയ്ക്കുന്ന മനോഹരമായ വീട് വർഷങ്ങൾ പഴക്കമുള്ള വീടാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ചില ആഗ്രഹങ്ങളുണ്ടാവും ചില മനുഷ്യന്മാർക്ക്. ഈ ആശാരിപ്പണിക്ക് കൊടുക്കുന്നത് പോലെയും അതുപോലെ ഇന്റീരിയർ വർക്ക് കൊടുക്കുന്നത് പോലെയൊക്കെ. അപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ വീടിന്റെ അത് കെട്ടുറപ്പ് ഭദ്രമാവണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അളവിൽ ഇത് തന്നെ ധാരാളം. ഇതിനപ്പുറം വേണമെങ്കിൽ മാത്രം ഇത് ധാരാളമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ധാരാളമാണെന്ന് പറയുന്നു. ഇതിന്റെ അപ്പുറം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ വേണമെങ്കിൽ കൂടെ നിന്നും ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ജില്ലയ്ക്കകത്തുള്ള എല്ലാ സ്ഥലങ്ങളും, ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് അറിയാന്നുള്ളതുകൊണ്ട് പാറശാല, നെയ്യാറ്റിൻകര, കോവളം, പിന്നെ ബാലരാമപുരം, തിരുവനന്തപുരം നേമം, തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അങ്ങനെ കാട്ടാക്കട, ഇങ്ങനെയുള്ള നമ്മളെ അണ്ടറിലുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ജനങ്ങൾ നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് വന്ന് എടുക്കുക. അപ്പോൾ മിതമായിട്ട വിലയ്ക്കും ഏറ്റവും നല്ല കട്ട കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് ചേട്ടൻ്റെ സ്ഥാപനം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് ആ വണ്ടിയും കൂടെ ഒന്ന് കാണാം. നമ്മുടെ വാഹനം, ഈ കട്ട കൊണ്ടുവരുന്ന വാഹനം. ചേട്ടാ, ഇപ്പം എത്ര കട്ട ഇപ്പം സ്റ്റോക്ക് ഉണ്ട്? അതും കൂടെ ഒന്നും പറഞ്ഞില്ലല്ലോ നമുക്ക്. ഇപ്പം നിലവിൽ എത്ര പേർക്ക് കൊടുക്കാൻ സാധിക്കും? എത്ര കസ്റ്റമർ വരണോ അതനുസരിച്ച് നമുക്ക് എന്തായാലും ഈ കട്ട നമുക്കിപ്പം അടിച്ച ആവശ്യത്തിനേറെ വച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും വന്നാലും അവര് ഉണക്കി കട്ട നനച്ച് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പാകത്തിന് ആ കട്ട എത്തിക്കാനുള്ള വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. വളരെ ഫാസ്റ്റ്, നിങ്ങളെ ഓർഡർ അനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പുള്ളിക്കാരനെ നയിക്കുന്ന വാഹനം. ഈ വാഹനത്തിലാണ് പുള്ളി നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്ഥലത്ത് ഇത് എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും പരക്കുന്നിൽ ഭദ്ര എന്ന് തന്നെയാണ് വാഹനത്തിൻ്റെ പേര്. ഒന്നുകൂടെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യണു: 9656987607 7012804240. അപ്പോൾ എന്ന നമ്പറിലാണ് ഞാൻ എന്തായാലും ഈ 2 നമ്പർ ചുവടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉഷാറാവട്ടെ, പ്രവർത്തനം നന്നാവട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ നമസ്തേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് രാവിലത്തെ പ്രഭാതം നമ്മൾ തുടങ്ങുകയാണ്. എന്തായാലും പരക്കുന്ന അയ്യൻ്റെ എല്ലാ അനുഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ തൃപ്പല്ലൂര് അപ്പൻ്റെ ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഒക്കെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ ഗംഭീരമാവട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഒക്കെ നീതമായി ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അദ്ദേഹത്തിൻ്റെ എന്തായാലും ബിസിനസ് വളരെ ഭംഗിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹലോ ഹായ്. അപ്പോൾ എല്ലാവരും നല്ല സുഹൃത്തെന്ന് പറയുന്നില്ല, കുറച്ച് ആൾക്കാരുണ്ട് നല്ല സുഹൃത്തായിട്ടല്ലേ? ഇല്ലേ? എല്ലാവരും നല്ല സുഹൃത്തെന്ന് പറയുന്നില്ല. അപ്പോൾ എന്തായാലും കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. ഏത് സ്ഥലത്തും ഏത് ഭാഷയിലും ഏത് സംസ്കാരത്തിലൊക്കെ വളർന്നാലും നമ്മുടെ നാട്ടിലെത്തി അവരൊക്കെ മര്യാദയ്ക്കായാൽ മര്യാദ എന്ന് പഠിപ്പിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ എന്തായാലും ആ ചേട്ടനെ വിജയിപ്പിക്കണം, രക്ഷപ്പെടുത്തണം അല്ലേ?